ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് റോബസ്റ്റ പഴം വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റും സോഫ്റ്റും ആയിട്ട് ഒരു ടീ കേക്ക് പെട്ടെന്ന് വീട്ടിലെങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ പാന് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാന് ഇങ്ങനെ ഒന്നും ചെയ്യാണ്ട് സിമ്മിലാക്കി വെച്ചാൽ മതി. തന്നെ ഷുഗർ ഇങ്ങനെ മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് പാൻ കൊണ്ട് തന്നെ അങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഒരു 10-20 മിനിറ്റ് കഴിയുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴേക്കും ഷുഗർ നന്നായി മെൽറ്റായി വന്നതിൻ്റെ ശേഷമാണ് ഞാൻ സ്പാച്ചിലിട്ട് ഇറക്കി കൊടുക്കുന്നത്. മറ്റേ ഗ്യാസ് സ്റ്റൗവിൽ ഞാൻ ഒരു 1.5 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ 1 കപ്പ് ഷുഗറാണ് ഞാൻ കാരമൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നന്നായിട്ട് പുക വരും, കാരണം ഷുഗറാണല്ലോ. എന്നിട്ട് പിന്നെ ഇതിനൊന്ന് വറ്റിച്ചെടുത്തിട്ട് ഒരു 1 കപ്പ് വരെ നമുക്കൊന്ന് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ ശേഷം ഞാൻ ഗ്യാസ് സ്റ്റൗവ് ഓഫാക്കി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് ഷുഗർ നമുക്ക് പൊടിച്ചെടുക്കണം. 1 കപ്പ് ഷുഗർ കാരമൽ ചെയ്തു, 1 കപ്പ് ഷുഗർ പൊടിച്ചെടുക്കാനും. പഞ്ചസാര വേണമെങ്കിൽ നമുക്കൊരു 3/4 കപ്പൊക്കെ ആക്കാം, മധുരം കുറവ് വേണമെങ്കിൽ. പിന്നെ 2 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. പിന്നെ അത് ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തതാണ് കേട്ടോ, തവി കൊണ്ട് ഉടച്ചെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മൈദ 2 കപ്പ്. 2 കപ്പ് മൈദയാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് കേട്ടോ. നമ്മളെപ്പോഴും കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ കറക്റ്റാക്കി എടുക്കണം, അതല്ലെങ്കിൽ ഫ്ലോപ്പായി പോവും. 2 കപ്പ് മൈദയ്ക്ക് 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും. ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കണുള്ളൂ, ബേക്കിംഗ് പൗഡർ 2 ടീസ്പൂണ്. പിന്നെ 1/4 ടീസ്പൂണ്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏലക്കയും ഗ്രാമ്പും പട്ടിയും ജാതിക്കയും ഇതെല്ലാം ഒരു പിഞ്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ 2 കപ്പ് മൈദയ്ക്കാണ് ഇതൊക്കെ. കുറേ ഏലക്ക മാത്രം 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ബാക്കിയൊക്കെ ഓരോ പിഞ്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ വല്ലാണ്ട് സ്മെല്ല് വരണ്ട വിചാരിച്ചിട്ടാണ്, എന്നാൽ ടേസ്റ്റ് വേണേനല്ലോ. പിന്നെ 1/2 ടീസ്പൂണ് സോൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂണ് വാനില എസൻസും. 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. 4 കോഴിമുട്ടയ്ക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തു. 1 കപ്പ് ഷുഗർ പൊടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി അതിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ പൗഡറിലേക്ക് 1/4 ടീസ്പൂണ് ഏലക്ക പൗഡറും പിന്നെ ഒക്കെ ഓരോ പിഞ്ചാണ് എടുത്തിട്ടുള്ളത്. ജാതിക്കയും ഏലക്ക മാത്രമേ 1/4 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. പട്ടിയും ഗ്രാമ്പും ജാതിക്കയും ഓരോ പിഞ്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ 1/2 ടീസ്പൂണ് സോൾട്ട്. 1/4 ടീസ്പൂൺ തൊട്ടിട്ട് 1/2 ടീസ്പൂൺ വരെ സോൾട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മൈദ സീവ് ചെയ്ത് വെക്കണം നമുക്ക്. മൈദ അങ്ങനെ നമ്മൾ ഒന്ന് സീവ് ചെയ്ത് വെച്ചെങ്കിലുള്ളൂ നമുക്ക് എന്താ പറയുക, കേക്കിന് ഒരു ഇത് വരിക, ഒരു സോഫ്റ്റും കേക്ക് നന്നായി പൊങ്ങിയൊക്കെ വരാനാണ് മൈദ നമ്മൾ നന്നായിട്ട് സീവ് ചെയ്യണത്. അതിൻ്റെ ശേഷം നന്നായിട്ട് ഷുഗർ ഇട്ടിട്ട് മുട്ട ബീറ്റ് ചെയ്തെടുത്തു. അതിലേക്ക് 1 ടീസ്പൂണാണ് നമ്മൾ വാനില എസൻസ് ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ കാരമൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ 1 കപ്പ് ഷുഗർ വെച്ചിട്ട്, അത് കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് ഇടയ്ക്കൊന്ന് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് മൈദയും കുറച്ച് കാരമലും ഒഴിച്ചിട്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബനാന സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം കേട്ടോ, ലോ സ്പീഡിൽ. നമുക്ക് തവി വെച്ചിട്ട് ഇളക്കി കൊടുത്താലും മതി, ഞാൻ ലോ സ്പീഡിലാണ് ബീറ്റ് ചെയ്യണത്. പിന്നെ കാരമൽ ഫുള്ള് ഒഴിച്ചു കൊടുത്തു, മൈദയും ഫുള്ള് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ബനാന സ്മാഷ് ചെയ്തതും ഫുള്ള് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് ലോ സ്പീഡിൽ വീണ്ടും ബീറ്റ് ചെയ്തൊക്കെ ഒന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, ലോ സ്പീഡിൽ. പിന്നെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളെ കമൻറ്റുകളൊക്കെ അറിയിക്കണം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ട്യൂട്ടി ഫ്രൂട്ടിൻ്റെ അടുത്ത് 2 കളർ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒന്നിങ്ങനെ നമുക്കിതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു ബൈറ്റ് കിട്ടണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് 2 ടേബിൾ സ്പൂണ് ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ സോക്ക് ചെയ്ത് വെച്ചതുണ്ടായിരുന്നു, അതും 1 ടീസ്പൂണ്, 1 ടീസ്പൂണല്ല 1 ടേബിൾ സ്പൂണ്, 2 ടേബിൾ സ്പൂണ് ട്യൂട്ടി ഫ്രൂട്ടിയും 1 ടേബിൾ സ്പൂണ് ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചതുണ്ടായിരുന്നു ഇവിടെ, അപ്പോൾ അതും ഇട്ട് കൊടുത്തു. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഡ്രൈ ഫ്രൂട്ട്സാണ് ഇട്ടത്, ഞാൻ സോക്ക് ചെയ്ത് വെച്ചത്. മിക്സ് ചെയ്തിട്ട് നമ്മൾ 10 ഇഞ്ചിൻ്റെ പാനിലേക്കാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഈ കേക്ക്. പിന്നെ ഞാൻ കറുത്ത മുന്തിരിയും പിന്നെ കാഷ്യും
ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ വൈറ്റ് എള്ളാണ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ബേക്ക് ചെയ്തെടുക്കാം. നമുക്ക് 150 ഡിഗ്രിയിൽ ഒരു 35 to 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്യേണ്ടി വരും. അത് ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ചാണ് കേട്ടോ. പിന്നെ ഞാൻ വേറെയും 2-3 കേക്ക് ഉണ്ടായിരുന്നു, ഈ ബനാന കേക്ക് തന്നെ. ഇതൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ അത്രക്കുള്ള വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നല്ല ടേസ്റ്റുള്ള അടിപൊളിയായിട്ടുള്ള ടീ കേക്കാണ് കേട്ടത്.